എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാർട്ടിലെ ഇഡിയംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ LDC ആയിക്കോട്ടെ, ഏതൊരു PSC എക്സാം ചോദിച്ചാലും അതിനകത്ത് ഒരു മാർക്ക് എന്തായാലും ഇഡിയംസിൽ നിന്ന് ചോദിക്കും. വൊക്കാബുലറി പാർട്ടിൽ ഒരു മാർക്ക് എന്തായാലും ചോദിക്കും ഇംഗ്ലീഷ് പാർട്ടിൽ നിന്ന്. അപ്പോൾ ഒരു മാർക്ക് നമുക്ക് സേഫ് ആക്കിയേ പറ്റൂ. അപ്പം ഇനി മുതൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി പാർട്ടിലെ ക്ലാസ്സസ് എല്ലാം ഇടുന്നതാണ്. ഇഡിയംസ് അതുപോലെ തന്നെ സിനോണിമ, അനോണിമ തുടങ്ങിയ എല്ലാം നമ്മൾ ഇടുന്നതാണ്, നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് അമർത്തി വെക്കണം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫെയർ ക്ലാസ്സസ് ഒക്കെ ഇടുന്നുണ്ട്. ഗ്രാമർ പാർട്ടിൽ ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇഡിയംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ ഇഡിയംസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാനും ആവർത്തനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇഡിയംസും ഒക്കെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. എന്താണ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി? അതിൻ്റെ മീനിങ് എന്താണ്? അൺബിലീവബിൾ ടെയിൽ. അതായത് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? അൺബിലീവബിൾ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളക്കഥകൾ, കെട്ടുകഥകൾ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ ടെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? കെട്ടുകഥ, കള്ളക്കഥകൾ എന്നുണ്ടെങ്കിൽ അത് തന്നെ അങ്ങ് ഓർത്ത് വെച്ചോ. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെച്ചോണം അൺബിലീവബിൾ ടെയിൽ. ക്ലിയർ ആയ? അടുത്തത് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. അതായത് പെർസീവ് അല്ലെങ്കിൽ ഓർ ഡിറ്റക്റ്റ് ഹിഡൻ മീനിങ്. അതായത് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ പെർസീവ് ഓർ ഡിറ്റക്റ്റ് ഹിഡൻ മീനിങ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളുടെ ഒരു ലൈനിൻ്റെ ചുറ്റും റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. രണ്ട് ലൈൻസിനും ഇടയിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിനിടയിൽ ഒരു ഹൈഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കത്തില്ലേ? അങ്ങനെ അങ്ങ് ഓർത്തിച്ചാൽ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് ലൈൻ എടുത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് രണ്ട് ലൈൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലെ കാരണങ്ങൾ, ഇതിനുള്ളിലൊരു ഹിഡൻ ആയിട്ടൊരു സംഭവം വെച്ചേക്കോ, അങ്ങ് ഓർത്ത് വെച്ചോ. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസീവ് ഓർ ഡിറ്റക്റ്റ് എ ഹിഡൻ മീനിങ്. അപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ മീനിങ് എന്താണെന്ന് അറിയാം. രണ്ട് ലൈനിനിടയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മീനിങ് ഡിറ്റക്റ്റ് എ ഹിഡൻ മീനിങ്. ക്ലിയർ ആയ? അടുത്തത് ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക്. ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ എനി പോസിബിൾ മീൻസ്. അതെന്താണ് പറഞ്ഞത്? ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ ബൈ എനി പോസിബിൾ മീൻസ്. അതായത് ഏത് വിധേനയും ഒരു കാര്യം നടത്തുക. അതായത് എന്താണ് പറയുന്നത്? ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വിധേനയും നമ്മളൊരു കാര്യം നടത്തിയെടുക്കുക എന്നാണ്. അതാണ് ബൈ എനി പോസിബിൾ മീൻസ്. ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ ബൈ എനി പോസിബിൾ മീൻസ്. അതായത് ഏത് വിധേനയും ഒരു കാര്യം നടത്തുക എന്നുള്ളതാണ്. ക്ലിയർ ആയി? അടുത്തത് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ മീൻസ് എന്താണ്? ടു ലോസ് വൺസ് ടെമ്പർ. അതായത് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളിപ്പം വല്ലാത്ത ദേഷ്യം വന്ന് നിയന്ത്രണം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അതായത് ഒരാളിപ്പം വല്ലാതെ ദേഷ്യം വന്ന് നിയന്ത്രണം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് പറയുന്നത് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. അതായത് ടു ലോസ് വൺസ് ടെമ്പർ. ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ ടു ലോസ് വൺസ് ടെമ്പർ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് മറക്കല്ലേ. അടുത്തത് ഡോഗ് ഈറ്റ് ഡോഗ്. അത് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് പ്രോഫിറ്റ് എന്നാണ്. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് പ്രോഫിറ്റ്. അതായത് വിട്ടുവീഴ്ചയില്ലാതെ മത്സരം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡോഗ് ഈറ്റ് ഡോഗ്. അതായത് ഒരു പട്ടിയെ തന്നെ തിന്നുമെന്ന് പറയുമ്പോൾ വളരെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് ഫോർ പ്രോഫിറ്റ്. അതായത് വിട്ടുവീഴ്ചയില്ലാതെ മത്സരം ചെയ്യുന്നതിനെ കുറിച്ച്. ക്ലിയർ ആയി? അടുത്തത് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്, അതായത് കുഴങ്ങിയ അവസ്ഥ എന്നാണ് പറയുന്നത്. അതായത് കൺഫ്യൂസ്ഡ് അവസ്ഥ നമുക്കറിയാലോ, കുഴങ്ങിയ അവസ്ഥ, കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി.
അടുത്തത് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ. ടു ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ. വളരെ എളുപ്പമല്ലേ ഇത് പറയാം. ഒരു മീനിനെ പിടിച്ച് വെള്ളത്തിന് പുറത്തിട്ട് കഴിഞ്ഞാൽ അതിനൊരു അൺകംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ അല്ലേ ഇത്, അൺകംഫോർട്ടബിൾ പൊസിഷൻ അല്ലേ, അത് തന്നെ അങ്ങ് ഓർത്ത് വെച്ചാൽ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. മീനെ പിടിച്ച് വെളിയിൽ ഇറക്കി വിട്ടാൽ എന്താണ്, ടു ബി ഇൻ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷനാണ്. ക്ലിയർ ആയി, മനസ്സിലായി, എളുപ്പമായിട്ട് മനസ്സിലായി. അടുത്തത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എപ്പോഴും ബേസിക് വയ്ക്കുന്നതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞൊരു ഇഡിയം എന്താണ് പറയുന്നത്, വെരി റെയർലി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി റെയർലി, അതായത് എന്താണ്, വല്ലപ്പോഴും നടക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഓർത്ത് വെച്ചാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നടക്കുന്ന ഒരു അവസ്ഥ, അതായത് വെരി റെയർലി ആയിട്ട് നടക്കുന്ന അവസ്ഥയാണ്. അടുത്തത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ റിട്ടൺ ഓർ പ്രിന്റഡ് ഫോം. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഇൻ റിട്ടൺ ഓർ പ്രിന്റഡ് ഫോം എന്നാണ് പറയുന്നത്. അത് ഇത്ര ഓർത്ത് വെച്ചാൽ അത് എന്താണ്, കടലാസിൽ എഴുതുന്നതൊക്കെ ഫോമൊക്കെ എഴുതുന്നതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻ റിട്ടൺ ഓർ പ്രിന്റഡ് ഫോം എന്ന് ഓർത്ത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും പഠിച്ച ഇഡിയംസ് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുത്തതിലോട്ട് പോവാം. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ ടെയിൽ. റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുമ്പോൾ പെർസീവ് ഓർ ഡിറ്റക്ട് എ ഹിഡൻ മീനിങ്. ബൈ ഹുക്ക് ഓർ ബൈ ക്രുക്ക് എന്ന് പറയുന്നത് ബൈ എനി പോസിബിൾ മീൻസ്. ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുന്നത് ടു ലോസ് വൺസ് ടെമ്പർ. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പറ്റീറ്റീവ് ഫോർ പ്രോഫിറ്റ്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറയുന്നതോ കൺഫ്യൂസ്ഡ്. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ടു ബി ഇൻ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വെരി റെയർലി. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ റിട്ടൺ ഓർ പ്രിന്റഡ് ഫോം. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗെറ്റ് ഇൻ ടു എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഗെറ്റ് ഇൻ ടു എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതായത് ഗൗരവകരമായ കുഴപ്പത്തിൽ ചെന്ന് ചേരുന്നതാണ് പറയുന്നത്. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടർ നമ്മളിപ്പം ഇങ്ങനെ കൊടുത്ത് വെച്ചാൽ, നമ്മളിപ്പം ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. ഹോട്ട് വാട്ടറിലൊക്കെ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ കൊള്ളും. അതുപോലെ തന്നെ ചായയൊക്കെ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളപ്പോൾ എന്താണ്, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലേ, ഗൗരവകരമായ കുഴപ്പത്തിൽ ചെന്നിരുന്ന പോലെ അങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഇൻ ടു എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമ്മൾ ഹോട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ തീയ്, അതൊക്കെ ഒരു നമ്മളെന്താണ്, ഒരു നെഗറ്റീവ് അല്ലേ വരുന്നത്. ഹോട്ട് വാട്ടർ, ഹോട്ട് തീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു ഇതായിട്ടല്ലേ കാണുന്നത്, കുഴപ്പമായിട്ടല്ലേ കാണുന്നത്. അപ്പം ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഗെറ്റ് ഇൻ ടു എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ആഷ്ലീസ് ഹീൽ. ആഷ്ലീസ് ഹീൽ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം, വീക്ക്നെസ് ആണ്. വീക്ക്നെസ്. ആഷ്ലീസ് ഹീൽ എന്ന് പറയുമ്പോൾ വീക്ക്നെസ് ആണ് വരുന്നത്. വീക്ക്നെസ് ആണ് വരുന്നത്. അടുത്തത് ഇത് എപ്പോഴും ബേസ് ചെയ്യുന്നത് ആഷ്ലീസ് ഹീൽ എന്ന് പറയുമ്പോൾ വീക്ക്നെസ് ആണ്. ആഷ്ലീസ് ഹീൽ, വീക്ക്നെസ്. അടുത്തത് ക്രൊക്കഡൈൽ ടിയേഴ്സ്. ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ടിയേഴ്സ് ഓഫ് സോറോ ദാറ്റ് ആർ ഇൻസിൻസിയർ. അതായത് നമ്മളിപ്പോൾ പറയണം മുതലക്കണ്ണീര് പൊഴിക്കുക എന്നൊക്കെ പറയത്തില്ലേ, മുതലക്കണ്ണീർ. ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുമ്പോൾ മുതലക്കണ്ണീര് പൊഴിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, മുതലക്കണ്ണീർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പം ഇതിൻ്റെ മീനിങ് നോക്കുമ്പോൾ നമുക്ക് ക്രൊക്കഡൈൽ ടിയേഴ്സ്, മുതലക്കണ്ണീർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പം ഒരു ദുഃഖമില്ലാതെ വെറുതെ ദുഃഖം അഭിനയിക്കുന്ന ഒരു അവസ്ഥയാണ് മുതലക്കണ്ണീർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുമ്പോൾ ടിയേഴ്സ് ഓഫ് സോറോ ദാറ്റ് ആർ ഇൻസിൻസിയർ, ദുഃഖം അനുഭവിക്കുക. സിൻസിയർ അല്ലാതെ ഇൻസിൻസിയർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുമ്പോൾ ടിയേഴ്സ് ഓഫ് സോറോ ദാറ്റ് ആർ ഇൻസിൻസിയർ. മനസ്സിലായേ, ക്ലിയർ ആയേ? അടുത്തത് ബേക്കേഴ്സ് ഡസൺ എന്ന് പറഞ്ഞാൽ 13 എന്നാണ്, 13 ആണ്. ബേക്കേഴ്സ് ഡസൺ എന്ന് പറഞ്ഞാൽ, ഡസൺ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം, ഡസൺ എന്ന് പറഞ്ഞാൽ 12 അല്ലേ വരുന്നത്, ഡസൺ 12. അപ്പം ഡസനോട് ഒന്നുകൂടെ കൂട്ടുമ്പോഴാണ് ബേക്കേഴ്സ് ഡസൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ ഒരു ഡസൻ ചോക്ലേറ്റ് വാങ്ങാൻ പോയപ്പോൾ, അതായത് ഒരു ഡസൻ ചോക്ലേറ്റ് ബേക്കറി നിങ്ങൾ വാങ്ങാൻ പോയി, അപ്പോൾ 12 ഒരു ഡസൻ ചോക്ലേറ്റ് വാങ്ങാൻ പോയപ്പം ആ ബേക്കറി ഇരിക്കുന്ന ഒരാൾ പറയും, നിങ്ങൾ 12 ചോക്ലേറ്റ് മേടിച്ചത് കൊണ്ട് തന്നെ ഒരെണ്ണം നിങ്ങൾക്ക് ഓഫറായിട്ട് ഫ്രീ ആയിട്ട് തരുന്നെന്ന് ഓർത്തായി. ബേക്കറി പോയപ്പം, ബേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ബേക്കറി പോയെന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി, ബേക്കേഴ്സ് ഡസൻ. അപ്പം ഡസൻ എന്ന് പറയുമ്പം 12, ബേക്കറി പോയി മേടിച്ചുകൊണ്ട് തന്നെ ബേക്കറിക്കാരൻ ഫ്രീ ആയിട്ട് ഒരെണ്ണം കൊടുത്തു ഓഫറായിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ 13. അപ്പോൾ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുമ്പോൾ 13 എന്ന അർത്ഥമാണ്. 13 മറക്കല്ലേ, ബേക്കേഴ്സ് ഡസൻ 13, ഡസൻ 12, ബേക്കറി പോയോണ്ട് ഒന്നുകൂടെ കൂട്ടി 13, ബേക്കേഴ്സ് ഡസൻ 13 മറക്കല്ലേ.
അടുത്തത് ബാക്ക് ടു സ്ക്വയർ. ബാക്ക് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്ക്വയർ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ക്വയർ ആക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ ബാക്ക് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലോട്ട് തിരിച്ചു പോവുക. ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ബാക്ക് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അത്ര അങ്ങോട്ട് വെച്ചാൽ ബാക്ക് ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ടാണേ. അടുത്തത് ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞാൽ ഗോ ടു ബെഡ് ഓർ സ്ലീപ്പ്. ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞാൽ ഗോ ടു ബെഡ് ഓർ സ്ലീപ്പ്. ഹിറ്റ് ദ ഹേ. അപ്പം ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. ഹിറ്റ് ദ ഹേ എന്ന് പറയുമ്പോൾ ഗോ ടു ബെഡ് ഓർ സ്ലീപ്പ് അങ്ങോട്ട് വെച്ചാൽ മതി. ഹിറ്റ് ദ ഹേ. അടുത്തത് കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈ എന്നാണ് അർത്ഥം വരുന്നത്. കിക്ക് ദ ബക്കറ്റ് ഡൈ എന്നാണ് അർത്ഥം വരുന്നത്. കിക്ക് ദ ബക്കറ്റ് ഡൈ. അതായത് ഇപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഡൈ എന്ന് കൊടുത്തു. ഒരു ആവശ്യമില്ലാതെ ഒരു ബക്കറ്റ് നശിപ്പിച്ച് കളയുന്നതല്ലേ. ഒരു കിക്ക് ചെയ്താലേ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റൂ. കിക്ക് ചെയ്തൊരു മനുഷ്യനെ അങ്ങനെ വരുമ്പം കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുമ്പോൾ നല്ല ബലം എടുത്തിട്ടല്ലേ നമുക്കൊരു ബക്കറ്റ് തല്ലിപ്പൊട്ടിച്ച് കളയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് ഓർത്ത് വെച്ചോ, ആ കിക്ക് ദ ബക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡൈ, ഒരു മനുഷ്യനെ തല്ലി കൊല്ലുക എന്നുള്ളത് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ബക്കറ്റ് തല്ലി കൊല്ലുന്ന പോലെ മനുഷ്യനെ തല്ലി കൊല്ലുക. അപ്പോൾ അത് ഇവിടെ ഓർത്ത് വെച്ചാൽ കിക്ക് ദ ബക്കറ്റ് ഡൈ മറക്കല്ലേ. അടുത്തത് റെഡ് ലെറ്റർ ഡേ മെമ്മറബിൾ ഡേ. അപ്പോൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ മെമ്മറബിൾ ഡേ എന്നാണ്. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ മെമ്മറബിൾ ഡേ. ഇത് ഓർത്ത് വെക്കാൻ വളരെയധികം സിമ്പിളായിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ഒരു ഉദാഹരണ സഹിതം പറയുവാണെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കാമുകന്മാർക്കും ഒക്കെ നമ്മളിപ്പം ഗിഫ്റ്റ് കൊടുക്കത്തില്ലേ. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ലവ് ചിഹ്നം എപ്പോഴും നമ്മൾ ചുമന്ന കളറിലായിരിക്കും. ലവ് സിമ്പിൾ വരുന്നത്. ഏത് ഗിഫ്റ്റ് എടുത്ത് നോക്കിയാലും ലവ് സിമ്പിൾ വരുമ്പോൾ ചുമന്ന കളറായിരിക്കും. അപ്പം നമ്മളൊരാൾക്ക് നമ്മളൊരു കാമുകന്മാർക്കോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചുമന്ന കളറിലുള്ള ലവ് സിമ്പിൾ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അതെന്നും നമ്മളൊരു കാമുകന്മാരൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതെന്നും ഒരു മെമ്മറബിൾ ഡേ ആയിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? മെമ്മറബിൾ ഡേ ആയിട്ടിരിക്കുന്നത്. അത് വെച്ചാൽ കണക്ട് ചെയ്തു. റെഡ് ലെറ്റർ ഡേ എന്ന് പറയുമ്പോൾ മെമ്മറബിൾ ഡേ, റെഡ് ലെറ്റർ ഡേ മെമ്മറബിൾ ഡേ. ക്ലിയർ ആയ? അടുത്തത് സ്മെൽ എ റാറ്റ് എന്ന് പറയുമ്പോൾ ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. സ്മെൽ എ റാറ്റ് എന്ന് പറയുന്നത് എന്തായാലും എലിയല്ലേ. എലി സ്മെല്ല് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇത് ഇവിടെ പറയുന്നത്. സ്മെൽ എ റാറ്റ് ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. എലി എപ്പോഴും മണപ്പിച്ചല്ലേ നടക്കുന്നത്. അതായത് മണത്തല്ലേ നടക്കുന്നത്. അപ്പം ഒരു എലി മണത്ത് ആഹാരത്തിന് പോകുമ്പോഴും അതിൻ്റെ അടുത്തൊരു എലിയെ പിടിക്കുന്ന പൂച്ചയല്ലേ, പൂച്ച അടുത്തുണ്ടോയെന്ന് ഇങ്ങനെ മണത്ത് നടക്കുക. അതായത് ഉണ്ടെങ്കിൽ അതിൻ്റെ രക്ഷപ്പെടാം. അതാണ് പറഞ്ഞത് ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. സ്മെൽ എ റാറ്റ് മീൻസ് ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. ക്ലിയർ ആയ? അടുത്തത് എ സ്കെൽട്ടൺ ഇൻ ദ കപ്ബോർഡ്. അപ്പം എ സ്കെൽട്ടൺ ഇൻ ദ കപ്ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ആൻ എംബറാസിങ് ഫാക്ട് ടു കെപ്റ്റ് സീക്രട്ട്. അപ്പോൾ എ സ്കെൽട്ടൺ ഇൻ ദ കബോർഡ് എന്ന് പറയുന്നത് ആൻ എംബറാസിങ് ഫാക്ട് ടു കെപ്റ്റ് സീക്രട്ട്. അപ്പോൾ എ സ്കെൽട്ടൺ ഇൻ ദ കബോർഡ് എന്ന് പറയുമ്പോൾ ആൻ എംബറാസിങ് ഫാക്ട് ടു കെപ്റ്റ് സീക്രട്ട് എന്നാണ് അർത്ഥം. അടുത്തത് ഫ്ലൈ ഇൻ ടു പാഷൻ എന്ന് പറഞ്ഞാൽ ടു ബിക്കം ആംഗ്രി സഡൻലി. എന്ന് പറഞ്ഞാൽ ടു ബിക്കം ആംഗ്രി സഡൻലി. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. അത് നമുക്കിപ്പം ഒരു ഉദാഹരണം പറയാം. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കുക്കിങ്ങിലൊരു പാഷൻ കാണും. കാണുമ്പോൾ നമ്മളപ്പം ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലൈ ഇൻറ്റു എ പാഷൻ ഇല്ലേ. ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈച്ച വന്ന് നമ്മുടെ ആഹാരത്തിലോ വല്ലതും ഇരിക്കുവാണെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. അല്ലേ പോട്ടെ, കുക്കിംഗ് അല്ല, നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പാഷനോടുകൂടി ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു പാട്ട് പാടുമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, എഴുതുമായിരിക്കും. അപ്പോൾ അതിനിടയിൽ ഒരു ഈച്ച വന്ന് നമ്മുടെ മൂക്കിലോ നമ്മുടെ കണ്ണിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്ക് ആംഗ്രി വരത്തില്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്ലൈ ഇൻറ്റു എ പാഷൻ എന്ന് പറഞ്ഞാൽ ടു ബിക്കം ആംഗ്രി സഡൻലി. ടു ബിക്കം ആംഗ്രി സഡൻലി. ക്ലിയർ ആയേ? നമുക്കിപ്പോൾ ഇത്ര പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഗെറ്റ് ഇൻ ടു വാട്ടർ, ഗെറ്റ് ഇൻ ടു എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ആഷ്ലി സീൽ, വീക്ക്നെസ്, crocodile tears of sorrow that are insincere, baker's dozen 13 back to square, back to starting point, hit the hay, go to bed or sleep, kick the bucket, die, red letter day, memorable day, smell a rat, to sense danger in advance, a skeleton in the cupboard, an embarrassing fact to kept secret,
ഫ്ലൈ ഇൻറ്റു എ പാഷൻ ടു ബിക്കം ആംഗ്രി സഡൻലി. ക്ലിയർ ആയേ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത ഇടി എന്ന് പറഞ്ഞാൽ കട്ട് എ പുവർ ഫിഗർ ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ എന്നാണ് പറഞ്ഞത്. കട്ട് എ പുവർ ഫിഗർ ടു പുട്ട് ബാഡ് ഇംപ്രഷൻ. ഫിഗർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എഴുതുന്ന ഒരു എക്സാമിന് ഇങ്ങനെ കൊടുത്തത്, ഒരു എക്സാമിന് നമുക്ക് PSC എക്സാമിന് ഓർത്ത് വെച്ചോ, നമുക്ക് 100-ലൊരു 5 മാർക്കോ അല്ലെങ്കിൽ 6 മാർക്കോ 5 മാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടെ. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ ഒരു ബാഡ് ഇംപ്രഷൻ അല്ലേ കാണിക്കുന്നത്, ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ. അതായത് 100-ലൊരു 5 മാർക്ക് മേടിക്കുമെന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും മോശമായ രീതിയിലല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ബാഡ് ഇംപ്രഷനിൽ ഒരു 100-ലൊരു 5 മാർക്കൊക്കെ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. കട്ട് എ പുവർ ഫിഗർ എന്ന് പറയുമ്പോൾ ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ. അടുത്തത് ഹൈ ആൻഡ് ഡ്രൈ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വരുന്നത്? ഹൈ ആൻഡ് ഡ്രൈ എന്ന് പറയുമ്പോൾ ഐസൊലേറ്റഡ്. ഇത് പഠിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഉദാഹരണം വെച്ച് പറയാം. അതായത് നമുക്കിപ്പം കൊറോണ ടൈമിലൊക്കെ നമ്മളിപ്പം ഐസൊലേറ്റഡ് ആയിടത്തില്ലേ പലരും. നമ്മുടെ കൊറോണയുടെ ഹൈ ഫീവർ കൂടിയും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ശരീരമൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ കൊറോണയുടെ കാലത്തൊക്കെ ഐസൊലേറ്റഡ് ആവത്തില്ലേ, അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഹൈ ആൻഡ് ഡ്രൈ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ്, ഹൈ ആൻഡ് ഡ്രൈ ഐസൊലേറ്റഡ്. അടുത്തത് റൈഡ് ദ ഹൈ ഹോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പിയർ അറഗൻറ്റ്. അതായത് റൈഡ് ദ ഹൈ ഹോഴ്സ്, അതായത് പൊക്കത്തിലുള്ളൊരു കുതിരയുടെ മേളിൽ കയറുക അതിനർത്ഥം. പൊക്കത്തിലുള്ള കുതിരയെ ഓടിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അതായത് അതിന് മലയാളം പറയുവാണെങ്കിൽ എന്താണ് പറയുന്നത്, ധിക്കാരമൊക്കെ കാണിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ധിക്കാരം കാണിക്കുക, അതിൻ്റെ മേളിൽ പൊക്കത്തിലുള്ള കുതിരയുടെ മേളിൽ കയറല്ലേ, അത് പറയത്തില്ലേ, ചിലപ്പോൾ അത് തള്ളിയിടും, അതിനെ ഓടിക്കാൻ പാടാന്നൊക്കെ പറയത്തില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. റൈഡ് ദ ഹൈ ഹോഴ്സ് എന്ന് പറയുമ്പോൾ ധിക്കാരം കാണിക്കുക, അഥവാ അപ്പിയർ അരഗണ്ട്. ക്ലിയർ ആയേ? അടുത്തത് കട്ട് ദ മസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ ടു സക്സീഡ്, ടു കം അപ്പ് ടു എക്സ്പെക്ടേഷൻസ്. അതായത് മസ്റ്റാർഡിൻ്റെ മീനിങ് എന്തുവാ? കടുകല്ലേ, കടുക്. ഈ കടുക് മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വളരെ പാടുപെട്ടൊരു പണിയാണ്. സാധാരണ കടുക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കൈയുടെ ഒരു വിരൽ അല്ലയോ, നമ്മൾ കൈ വെച്ചാൽ തന്നെ അത് ചെറിയൊരു സംഭവം, അത് പകുതിയായിട്ട് മുറിക്കുക എന്ന് പറയുമ്പം അതെന്തൊരു ഇതാണെന്ന് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അത് ടാസ്ക്കാണ്. അപ്പം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ടു സക്സീഡ്, ടു കം അപ്പ് ടു എക്സ്പെക്ടേഷൻ. അപ്പോൾ കടുക് മുറിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു എക്സാമിന് പരീക്ഷ എഴുതി 1ാം റാങ്ക് കിട്ടുക എന്നുള്ളതും വളരെ ഒരു പാടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. കട്ട് ദ മസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ ടു സക്സീഡ്, ടു കം അപ്പ് ടു എക്സ്പെക്ടേഷൻസ്. ടു സക്സീഡ് മനസ്സിലായില്ലേ? കടുക് മുറിക്കുക, നമ്മൾ വിജയിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. കടുക് മുറിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ജോലിയാണ്, അത് വിജയിക്കും. മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. അതുപോലെയാണ് നമ്മൾ PSC എക്സാമിന് പരീക്ഷ എഴുതുമ്പോഴും അതുപോലെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ 1ാം റാങ്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ വിജയിക്കും. മനസ്സിലായില്ലേ? അത് 1ാം റാങ്ക് കിട്ടുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അത് സാധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, സക്സസ് ആവുകയാണ്. അത് കട്ട് ദ മസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ ടു സക്സീഡ്, ടു കം അപ്പ് ടു എക്സ്പെക്ടേഷൻസ് എന്നാണ് വരുന്നത്. ക്ലിയർ ആയി? അങ്ങനെ ഓർത്ത് വെച്ചാൽ ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽ ദ സക്സസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് സംതിങ്. അപ്പോൾ ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽ ദ സക്സസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് സംതിങ്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു സക്സസ് ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ അത് ഒരാൾ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആ ഒരു എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ മോശമായിട്ട് പറയത്തില്ല, അതൊന്നും പറയാം. അതുപോലെ ഓർത്ത് വെച്ചാൽ മതി. ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽസ് ദ സക്സസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് സംതിങ്. നമ്മുടെ വലിയൊരു സക്സസ്സിനെ ചെറിയൊരു മൈനർ ഇറിറ്റേഷൻ കൊണ്ട് താഴോട്ട് തകർക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ് എന്ന് പറയുന്നത് എ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽ ദ സക്സസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് സംതിങ്. ക്ലിയർ ആയോ? ഇനി അടുത്ത് ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് പേയിങ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ്. ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചോ, നോട്ട് പേയിങ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ്. അതായത് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ഒരു
അതായത് മങ്ങിയിരിക്കുക എന്നൊക്കെ അങ്ങ് ഓർത്ത് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ്സിലിപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസ് ഇരിക്കുമ്പോൾ ചില കുട്ടികൾ കാണത്തില്ലേ മങ്ങി അങ്ങ് മാറിയിരിക്കുന്ന ആരും ശ്രദ്ധിക്കാതെ അറ്റൻഷൻ ഇല്ലാതെ ഇങ്ങനെ മങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ ഇങ്ങനെ അതങ്ങ് അതുപോലെ അങ്ങ് ഓർത്ത് വെച്ചാൽ ഇന്നെ ബ്രൗൺ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു മങ്ങിയ കളറല്ലേ ബ്രൗൺ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ ഇന്നെ ബ്രൗൺ സ്റ്റഡി എന്ന് പറയുമ്പോൾ നോട്ട് പേയിങ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ്. ക്ലിയർ ആയേ? അടുത്തത് ബോസം ഫ്രണ്ട്സ്. ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാണ്. ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാണ്. ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെപ്പോഴും നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ നമുക്കെപ്പോഴും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാണും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റിമേറ്റ് ആയിട്ട് കുറച്ചപ്പം വിരലുള്ളാന്ന് ഫ്രണ്ട്സേ കാണത്തുള്ളൂ. അതായത് നമുക്ക് എന്തിനും നമുക്ക് വിളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഒരു 3-4 പേരെ കാണത്തുള്ളൂ. അത് തന്നെ ഇവിടെ അങ്ങ് ഓർത്ത് വെച്ചാൽ ഈ സമ്മില്ലേ ബോസമിൻ്റെ സം ഫ്രണ്ട്സ് സം എന്നുള്ളത് ഇവിടെ ഈ അങ്ങ് വെച്ച് സം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പേരെന്നല്ലേ അർത്ഥം. അത് വെച്ച് അങ്ങ് ഓർത്തായി. ബോസം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. സം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചതാണ് വരുന്നത്. ബോസം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ സം ഫ്രണ്ട് കുറച്ച് പേര് എന്നുള്ള അർത്ഥം വരുന്നത് എന്താണ്? ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ളവരല്ലേ കുറച്ച് പേരുള്ളത്. അങ്ങനെ അങ്ങോട്ട് വെച്ചു. ബോസം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാണ്. അടുത്ത ഹിറ്റ് ദ ബുക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡിയാണ്. അതായത് നമ്മൾ പഠിക്കാനൊക്കെ ഇറക്കുമ്പോൾ ബുക്ക് തൊടാതാണോ നമ്മൾ എടുക്കുന്നത്? അല്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പം എന്താണ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ PSC എക്സാം ഒക്കെ പഠിക്കും, നമ്മുടെ റാങ്ക് ഫയലൊക്കെ എന്ത് വലിയ റാങ്ക് ഫയലല്ലേ. അത് നമ്മൾ ഇച്ചിരി ഒന്ന് അടിക്കാതെ ഒന്ന് ഹിറ്റ് ചെയ്തൊന്ന് വലിച്ചൊന്ന് അത് ഇച്ചിരി പുഷ് കൊടുക്കാമെന്ന് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് ഹിറ്റ് ചെയ്യേണ്ട വരത്തില്ലേ. അങ്ങനെ കൊടുത്തു വെച്ചാൽ ഹിറ്റ് ദ ബുക്സ് എന്ന് പറയുമ്പോൾ ഹിറ്റ് ദ ബുക്സ് സ്റ്റഡി. അടുത്ത എ സ്ലാപ്പ് ഓൺ റിസ്റ്റ് മൈൽഡ് പണിഷ്മെൻറ്റ്. അതായത് എ സ്ലാപ്പ് ഓൺ റിസ്റ്റ് അത് ചെറിയൊരു പണിഷ്മെൻറ്റ്. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം. എ സ്ലാപ്പ് ഓൺ റിസ്റ്റ് മൈൽഡ് പണിഷ്മെൻറ്റ്. അടുത്തത് ഫീൽഡ് ഡേ എൻജോയബിൾ ഡേ. ഫീൽഡ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അതിനെ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫീൽഡിങ്ങിനൊക്കെ പോകത്തില്ലേ അതായത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഫുട്ബോൾ കളിക്കുമ്പോഴും ഒക്കെ ബോയ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ക്ലിക്ക് എത്തും. അപ്പോൾ നമുക്ക് ഫീൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ നമുക്ക് എപ്പോഴും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി കളിക്കാൻ ഇഷ്ടമാണ്. അത് പറയാം. അപ്പം നമുക്കൊരു എൻജോയബിൾ ഡേ അല്ലേ വരുന്നത്. അപ്പോൾ ഫീൽഡ് ഡേ എന്ന് പറയുമ്പോൾ ആൻ എൻജോയബിൾ ഡേ. അടുത്തത് ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറയുമ്പോൾ ഡിസ്കസ് എ മാറ്റർ വിത്തൗട്ട് കമ്മിങ് ടു ദ പോയിന്റ്. അതായത് ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് പറയാതെ ഇങ്ങനെ വളഞ്ഞു കുഴഞ്ഞൊക്കെ പറയത്തില്ലേ, എന്താ പറയുന്നത്, കുഴഞ്ഞുമൊക്കെ പറയത്തില്ലേ അതായത് ഇപ്പം ചിലർ സംസാരിക്കുന്ന കാണാം. അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ച് പറയുക, പക്ഷേ ആ വിഷയത്തിലോട്ട് പോകാതെ ഇങ്ങനെ വളഞ്ഞു കുഴഞ്ഞ് ഇങ്ങനെ അതുവഴി ഇറങ്ങി ഒക്കെ സംസാരിച്ച് പോകത്തില്ല, നമുക്കൊന്നും മനസ്സിലാവത്തുമില്ല, ആ വിഷയത്തിലോട്ട് പോകത്തില്ല. അത് തന്നെ കൊടുത്തായി ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറയുമ്പോൾ ഡിസ്കസ് എ മാറ്റർ വിത്തൗട്ട് കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ ഇത്രയും പഠിച്ച ഒന്നുകൂടെ പറയാം. കട്ട് എ പുവർ ഫിഗർ ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ, ഹൈ ആൻഡ് ഡ്രൈ, ഐസൊലേറ്റഡ്, റൈഡ് ദ ഹൈ ഹോഴ്സ്, അപ്പിയർ അറഗൻറ്റ്. അതുപോലെ തന്നെ കട്ട് ദ മസ്റ്റാർഡ്, ടു സക്സീഡ്, ടു കം അപ്പ് ടു എക്സ്പെക്ടേഷൻസ്, ഫ്ലൈ ഇൻ ഓയിൻമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽസ് ദ സക്സസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് സംതിങ്. അതുപോലെ തന്നെ ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നോട്ട് പേയിങ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ്. ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ എ സ്ലാപ്പ് ഓൺ റിസ്റ്റ് മൈൽഡ് പണിഷ്മെൻറ്റ്, ഫീൽഡ് ഡേ ആൻ എൻജോയബിൾ ഡേ, ബീറ്റ് അബൌട്ട് ദ ബുഷ്, ഡിസ്കസ് എ മാറ്റർ വിത്തൗട്ട് കമ്മിങ് ടു ദ പോയിന്റ്. അടുത്ത് നോക്കാം. ടേക്ക് ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്താണ്? മേക്ക് എ സ്പീച്ച്. ടേക്ക് ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ മേക്ക് എ സ്പീച്ച്. അതായത് നമുക്ക് ഫ്ലോറിൽ കയറാതെ എന്തായാലും സ്പീച്ച് ചെയ്യാൻ പറ്റത്തില്ലേ, അപ്പോൾ നമ്മൾ ഫ്ലോറിലോട്ട് ടേക്ക് ചെയ്യണേ. അപ്പം ടേക്ക് ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഫ്ലോർ എന്നാണ് ഉദ്ദേശിച്ചത്. ഫ്ലോറിൽ പോയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രസംഗിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഫ്ലോറിൽ പോയി പ്രസംഗിക്കുകയോ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഓർത്ത് വെച്ചാൽ ടേക്ക് ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ മേക്ക് എ സ്പീച്ച്. ക്ലിയർ ആയി? അടുത്തത് ഓയിലി ടങ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഓഫ് ഫ്ലാറ്ററി. ഓയിലി ടങ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഓഫ് ഫ്ലാറ്ററി. അതായത് ഓയിലി ടങ് എന്ന് പറയുമ്പോൾ എന്താണ്? പറഞ്ഞ് സൂചിപ്പിക്കുന്നത്, സോപ്പ് ഇടുന്നത് ഒക്കെ. ചിലരൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ സൂചിപ്പിക്കത്തില്ല, അതുപോലെ നമ്മളെയൊക്കെ സോപ്പ് ഇടത്തില്ലേ, അതൊക്കെ അങ്ങ് ഓർത്ത് വെച്ചാൽ ഓയിലി ടങ്. ഓയിൽ പോലെ ഇങ്ങനെ പതപ്പിക്കുക എന്നൊക്കെ അങ്ങ് ഓർത്ത് വെച്ചാൽ ഓയിൽ പോലെ പറഞ്ഞ് സൂചിപ്പിച്ച് പതപ്പിക്കുക എന്നൊക്കെ അങ്ങ് ഓർത്ത് വെച്ചാൽ ഓയിലി ടങ്. വേർഡ് ഓഫ് ഫ്ലാറ്ററി. അടുത്തത് റൈറ്റിംഗ് ഓൺ ദ വാൾ എന്ന് പറഞ്ഞാൽ വാണിംഗ്. അതായത് ഇപ്പം ചില അപായ സൂചനകളെ കാണത്തില്ലേ, ഇതുവഴി പോകരുത്, ഈ വീട്ടിൽ പട്ടിയുണ്ട്,
എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കത്തില്ലേ നമ്മൾ, അത് റൈറ്റിംഗ് ഓൺ ദ, അത് തന്നെ ഓർത്ത് വെച്ചാൽ റൈറ്റിംഗ് ഓൺ ദ വാൾ. വെറുതെ ഒരാൾ എഴുതി വെക്കത്തില്ല വാളിൽ. അപ്പോൾ ഓർത്താൽ റൈറ്റിംഗ് ഓൺ ദ വാൾ എന്ന് പറയുമ്പോൾ വാണിംഗ് എന്ന് വിളിച്ചു, വാണിംഗ് സിഗ്നലൊക്കെ അല്ലേ കൂടുതലും കാണിക്കുന്നത്. അതങ്ങ് ഓർത്ത് വെച്ചാൽ റൈറ്റിംഗ് ഓൺ ദ വാൾ എന്ന് പറയുമ്പോൾ വാണിംഗ് എന്നാണ്. അടുത്തത് എ ക്യൂർ ഫിഷ്. എ ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് പേഴ്സൺ. എ ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് പേഴ്സൺ. അതായത് ഇത് ഓർത്ത് വെക്കാൻ പെട്ടെന്ന് നമുക്ക് ക്യൂ ഇത്രയും ഓർത്ത് വെച്ചാൽ ക്യൂ ഉണ്ടോ, ക്യൂറിൻ്റെ ക്യൂ അങ്ങ് ഓർത്ത് വെച്ചാൽ ഒരു മീൻ വന്ന് ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ എ ക്യൂർ ഫിഷ് എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച് പേഴ്സൺ. അപ്പോൾ മീൻ വന്നൊരു ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എ ക്യൂർ ഫിഷ് എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച് പേഴ്സൺ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയൊക്കെ അങ്ങ് ഓർത്ത് വെക്കണം. നമ്മൾ പരീക്ഷ പോലെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ഇതും ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുമ്പോൾ റിവീൽ എ സീക്രട്ട്. റിവീൽ എ സീക്രട്ട് അതായത് നമ്മളിപ്പം സീക്രട്ടായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പൊതിയോ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ബാഗിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, അതായത് നമ്മളത് ബാഗിൽ നിന്ന് പുറത്തെടുത്താലേ ആ സീക്രട്ട് റിവീൽ ചെയ്യാൻ പറ്റൂ. അങ്ങനെ കുറച്ച് വെച്ചാൽ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുക, ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുമ്പോൾ റിവീൽ എ സീക്രട്ട്. റിവീൽ എ സീക്രട്ട്. ക്ലിയർ ആയി. അടുത്ത ബെൽ ദ ക്യാറ്റ്. അടുത്ത ബെൽ ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ടു ഡു എ റിസ്കി ഡീൽ, അതായത് പൂച്ചയ്ക്ക് ആര് മണി കെട്ടും, പൂച്ചയ്ക്ക് മണി കെട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അത് ബെൽ ദ ക്യാറ്റ്. പൂച്ചയ്ക്ക് മണി കെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിസ്കി ആയിട്ടുള്ള ഡീലല്ലേ. പൂച്ച ഒന്നാമത് നിന്ന് തരത്തില്ല, അല്ലെ പിന്നെ വളർത്തുന്ന അങ്ങനെയുള്ള പൂച്ചകളായിരിക്കണം. അല്ലാതെ നമ്മളൊരു പെട്ടെന്നൊരു പൂച്ചയെ കണ്ടത് അതിനെ മണി കെട്ടാൻ പോയി കഴിഞ്ഞാൽ അത് നിൽക്കുമോ? അതുവഴിയെല്ലാം ഓടത്തില്ലേ, നമ്മൾ പെരക്കി വിറ്റും ഒക്കെ ഓടത്തില്ലേ. നമ്മൾ പെട്ടെന്നൊരു പൂച്ചയെ കണ്ട് അതിനെ മണി കെട്ടണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമല്ല, ഇത് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ബെൽ ദ ക്യാറ്റ്. ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡു എ റിസ്കി ഡീൽ. അടുത്തത് അറ്റ് സീ. അറ്റ് സീ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്. അറ്റ് സീ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്, അതായത് ഇങ്ങനെ കൊടുത്തു ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് നമ്മൾ കൺഫ്യൂഷനായിട്ടിരിക്കത്തില്ലേ. ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ കൺഫ്യൂഷനായിട്ട് ഗതിയില്ലാതൊക്കെ നിൽക്കുന്നൊരു സന്ദർഭമല്ലേ പറയുന്നത്. ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തേ ഒക്കെ അല്ലേ. അങ്ങനെ കൊടുത്തു വെച്ചാൽ അറ്റ് സീ എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ്. അടുത്തത് ഹോൾ ആൻഡ് കോർണർ. ഹോൾ ആൻഡ് കോർണർ എന്ന് പറയുമ്പോൾ എന്താണ്, സീക്രട്ട്. ഹോൾ ആൻഡ് കോർണർ എന്ന് പറയുമ്പോൾ സീക്രട്ട്. അതായത് ഇപ്പം നമുക്കറിയാം എന്തായാലും ഒരിക്കലും നമ്മൾ ഇപ്പം ഒരാളോട് ഒരു സീക്രട്ട് ഹോൾ എന്ന് പറയത്തില്ല, കോർണറിൽ പോയാൽ പറയത്തുള്ളൂ. അപ്പോൾ ഹോൾ ആൻഡ് കോർണറിൻ്റെ അവിടെ ആൻഡ് മാറ്റിയിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ വെച്ച് ആരോ വെച്ചാൽ മതി. ഹോളിൽ നിന്ന് കോർണറിലോട്ട് പോയാണ് നമ്മൾ സീക്രട്ട് പറഞ്ഞത്. ഹോൾ ആൻഡ് കോർണർ എന്ന് പറയുമ്പോൾ സീക്രട്ട്. ക്ലിയർ ആയി. അടുത്തത് ദ ഫെദേഴ്സ് ഫ്ലൈ. ഫെദേഴ്സ് ഫ്ലൈ എന്ന് പറയുമ്പോൾ ടു ഫൈറ്റ് എ ആർഗ്യൂ ലോട്ട്, അതായത് ഫെദേഴ്സ് ഫ്ലൈ എന്ന് പറയുമ്പോൾ ടു ഫൈറ്റ് ആൻഡ് ആർഗ്യൂ എ ലോട്ട്. ടു ഫൈറ്റ് ആൻഡ് ആർഗ്യൂ എ ലോട്ട്, അതായത് അതായത് ഇത്ര കൊടുത്തത്. ദ ഫെദേഴ്സ് ഫ്ലൈ എന്ന് പറയുമ്പോൾ പക്ഷികൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ ഫൈറ്റ് ചെയ്ത് ഫെദർ വെച്ച്, അതായത് അതിൻ്റെ പക്ഷികളുടെ ഇത് വെച്ച് ചിറക് വെച്ചല്ലേ അടിക്കുന്നത്. ചിറക് വെച്ചല്ലേ പക്ഷികൾ തമ്മിൽ അടി. കോഴികൾ അത് ഓർത്ത് വെച്ചാൽ ഇത് ഓർത്താൽ മതിയുടെ. കോഴികൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, രണ്ട് കോഴികൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ അവർ നല്ല ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഫെദേഴ്സൊക്കെ ഫ്ലൈ ചെയ്യത്തില്ലേ. അവർ ചിറക് വെച്ചൊക്കെ അടിക്കുമ്പോൾ ഫെദേഴ്സൊക്കെ ഫ്ലൈ ചെയ്യത്തില്ലേ. അപ്പം അവർ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഫെദേഴ്സ് ഫ്ലൈ ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചാൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഫെദേഴ്സ് ഫ്ലൈ ചെയ്യും. അതുപോലെ തന്നെ അവർ രണ്ടുപേരും ആർഗ്യൂ ചെയ്തില്ലേ. ഫൈറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആർഗ്യൂ ചെയ്യത്തില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ അങ്ങ് ഓർത്ത് വെച്ചാൽ ദ ഫെദേഴ്സ് ഫ്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ കോഴിയുടെ കാര്യം ഓർക്കണം. ദ ഫെദേഴ്സ് ഫ്ലൈ എന്ന് പറയുമ്പോൾ കോഴിയുടെ കാര്യം ഓർക്കണം. ദ ഫെദേഴ്സ് ഫ്ലൈ ടു ഫൈറ്റ് ആൻഡ് ആർഗ്യൂ എ ലോട്ട്. ക്ലിയർ ആയി. അടുത്തത് ഗോ ബൈ ദ ബുക്സ്. ഗോ ബൈ ദ ബുക്സ് എന്ന് പറയുമ്പോൾ ടു ഫോളോ ദ റൂൾസ് എക്സാക്ട്ലി, അതായത് പുസ്തകത്തിന് പുറകെ പോകാമെന്നാണ്. അതായത് ഗോ ബൈ ദ ബുക്സ് എന്ന് പറയുമ്പോൾ ടു ഫോളോ ദ റൂൾസ് എക്സാക്ട്ലി, അതായത് ഒരു ഗോ ബൈ ദ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബുക്കിന് പുറകെ പോകാൻ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക, അത്ര എടുത്താൽ. ബുക്കിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ലേ ഫോളോ ചെയ്യുന്നത്, മുസ്ലിംസ് ആണെങ്കിൽ ഖുറാനല്ലേ. അതുപോലെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഭരണഘടന നോക്കി അതല്ലേ നമ്മൾ ഫോളോ ചെയ്ത് ഓരോ സിറ്റിസണും ചെയ്യുന്നത്. അത് തന്നെ അങ്ങ് ഓർത്ത് വെച്ചാൽ ഗോ ബൈ ദ ബുക്സ് ടു ഫോളോ ദ റൂൾസ് എക്സാക്ട്ലി. ക്ലിയർ ആയി. അടുത്തത് ഡോങ്കീസ് ഇയർ. ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ലോങ് ടൈം. ഡോങ്കീസ് ഇയർ എന്ന് പറയുമ്പോൾ എ ലോങ് ടൈം. ഇത്ര ഓർത്താൽ. ഡോങ്കി എന്ന് പറയുമ്പം എന്താണ് പൊതുവേ എല്ലാവരും പറയുന്നത്, ഡോങ്കി കഴുത എന്ന് പറയുമ്പോൾ ആ ജീവി പറയുമ്പം നമ്മൾ വിഡ്ഢി എന്നല്ലേ പറഞ്ഞത്. വിഡ്ഢികളോടൊരു കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് എത്ര നേരം എടുക്കും, ഒരുപാട് നേരം എടുക്കത്തില്ലേ.
ഒരുപാട് ഒരു വിഡ്ഢികളോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ 100 വട്ടം പറഞ്ഞാലാണ് അവനത് മനസ്സിലാവുന്നത്. അത് തന്നെ അങ്ങ് വെച്ചാൽ ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞാൽ എ ലോങ് ടൈം. ഡോങ്കീസ് ഇയർ എ ലോങ് ടൈം. അടുത്തത് എ മാൻ ഓഫ് ലെറ്റർ. എ മാൻ ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്കോളർ എന്നാണ്. എ മാൻ ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്കോളർ എന്നാണ്. എന്ന് വെച്ചാൽ സ്കോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനി എന്നല്ലേ അർത്ഥം. എ മാൻ ഓഫ് ലെറ്റർ. എ മാൻ ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്കോളർ, ജ്ഞാനി. അങ്ങനെ വെച്ചാൽ മതി. ഇപ്പം ജ്ഞാനിയായിട്ടുള്ള മനുഷ്യന്മാരെല്ലാം ഒരുപാട് തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതുമല്ലോ, ഒരുപാട് ബുക്സും ഒക്കെ എഴുതുമല്ലോ. അപ്പം എ മാൻ ഓഫ് ലെറ്റർ. എ മാൻ ഓഫ് ലെറ്റർ ഒരുപാട് ജ്ഞാനിയായിട്ടുള്ള മനുഷ്യരെല്ലാം പുസ്തകങ്ങളും അക്ഷരങ്ങളിലൂടെയൊക്കെ അല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എ മാൻ ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്കോളർ അഥവാ ജ്ഞാനി. എ മാൻ ഓഫ് ലെറ്റർ സ്കോളർ അഥവാ ജ്ഞാനി. അടുത്തത് അണ്ടർ എ ക്ലൗഡ്. അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ സസ്പീഷൻ ആണ് വരുന്നത്. അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ സസ്പീഷൻ ആണ്. അതായത് നമുക്ക് സംശയം തോന്നുന്നതാണ് അണ്ടർ സസ്പീഷൻ. അപ്പോൾ അണ്ടർ എ ക്ലൗഡ് എന്ന് പറയുമ്പോൾ മേഘത്തിന് താഴെയല്ലേ. മേഘത്തിന് താഴെ നമ്മളിപ്പോൾ ഇരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലമാണ്. ഇന്ന് മഴ പെയ്യുമോ പെയ്യാതിരിക്കുമോ എന്നൊക്കെ നമുക്കൊരു സംശയം വരത്തില്ലേ. അത് തന്നെ ഇവിടെ ഓർത്ത് വെച്ചാൽ അണ്ടർ എ ക്ലൗഡ് എന്ന് പറയുമ്പോൾ അണ്ടർ സസ്പീഷൻ. അപ്പോൾ നമുക്ക് ഇപ്പം പഠിച്ചെന്നുള്ളത് നോക്കാം. ടേക്ക് ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്താണ്? മേക്ക് എ സ്പീച്ച്, ഓയിലി ടങ്, വേർഡ് ഓഫ് ഫ്ലാറ്ററി, റൈറ്റിംഗ് ഓൺ ദ വാൾ, വാർണിംഗ്, എ ക്യൂർസ് ഫിഷ്, സ്ട്രേഞ്ച് പേഴ്സൺ, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, റിവീൽ എ സീക്രട്ട്, ബെൽ ദ ക്യാറ്റ്, ടു ഡു എ റിസ്കി ഡീൽ, അറ്റ് സീ എന്താണ്? കൺഫ്യൂസ്ഡ്, ഹോൾ ആൻഡ് കോർണർ, സീക്രട്ട്, ദ ഫെതേഴ്സ് ഫ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ടു ഫൈറ്റ് ആൻഡ് ആർഗ്യൂ എ ലോട്ട്. കോഴിയുടെ കാര്യം ഓർക്കണം. ദ ഫെതേഴ്സ് ഫ്ലൈ. ഗോ ബൈ ദ ബുക്സ്, ടു ഫോളോ ദ റൂൾസ് എക്സാക്ട്ലി. അതുപോലെ തന്നെ ഡോങ്കീസ് ഇയർ എന്ന് പറഞ്ഞാൽ എ ലോങ് ടൈം. എ മാൻ ഓഫ് ലെറ്റർ സ്കോളർ, ജ്ഞാനി. അണ്ടർ എ ക്ലൗഡ്, അണ്ടർ സസ്പീഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഇഡിയംസുമായിട്ട് ബന്ധപ്പെട്ടത്. ഏകദേശം ഒരു 50ഓളം ഇഡിയംസ് നമ്മളിന്ന് ഇപ്പോൾ തന്നെ പഠിച്ചു. അപ്പം മാക്സിമം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കിയത്. അപ്പോൾ ഇഡിയംസിൻ്റെ ഇനിയുമായിട്ട് നമ്മൾ ക്ലാസ്സസ് ഇനിയും നമ്മൾ ഇടുന്നതാണ്. അതുപോലെ തന്നെ വൊക്കാബുലറി പാർട്ടിൽ അനോണിമസ്, സിനോണിമ തുടങ്ങിയതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുത്ത ഇഡിയംസ്. ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഇതെല്ലാം ആവർത്തന ചോദ്യങ്ങളും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഇഡിയംസും ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സസ് എല്ലാം ഉപകാരപ്പെടുത്തുക, കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടാം. ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാമേ. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ സീരീസ് ക്ലാസ്സസ് LDC ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫെയർ സീരീസിൻ്റെ ക്ലാസ് പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ WCP ഒക്കെ ഏത് പരീക്ഷ എഴുതുന്നൊരു കൂട്ടുകാർക്കും നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ് വളരെ ഉപകാരപ്രദമാവുന്നതാണ്. അതുപോലെ തന്നെ LDC ഒക്കെ എഴുതുന്നവരൊക്കെ ഒരു മാർക്ക് ഇതിനകത്ത് ഷുവറാണ് ഇഡിയംസിന്ന്. അപ്പോൾ നമ്മൾ വൊക്കാബുലറി പാർട്ട് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എക്സാമിന് നമുക്കൊരു 5 മാർക്ക് വൊക്കാബുലറി പാർട്ടിൽ നിന്ന് ഇംഗ്ലീഷിൽ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രാമർ പാർട്ടിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ക്ലാസ്സാണ് വേണ്ടതെന്നുള്ളത് നമുക്കത് എടുത്തു തരാം. കുഴപ്പമില്ല. നമുക്ക് വളരെ നമ്മുടെ രീതിയിൽ, അതായത് നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വളരെ ലളിതമായിട്ട് സാധാരണക്കാരൻ പറയുന്ന പോലെയാണ്. ആ രീതിയിൽ നാം ക്ലാസ് എടുത്തു തരാം. ഗ്രാമർ പാർട്ടിൽ ഏതെങ്കിലും ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഗ്രാമർ പാർട്ടിലെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി കാണുക. വളരെ ലളിതമായിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്ലാസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ. വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്യണം. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടൊന്ന് അവരോടൊന്ന് കാണട്ടെ. അപ്പോൾ അവർക്കൂടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തണേ. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിനോടൊന്ന് ജോയിൻ ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് ഇടാമേ. എന്തെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരാം. അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്.